മോഹൻലാൽ ആരാധകരെ ഞെട്ടിപ്പിക്കാനായി മോഹൻലാലിന്റെ വരാൻ പോകുന്ന ഗംഭീര ചില പ്രോജക്റ്റുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ആരാധകർക്കിടയിൽ. അതിലൊന്നാണ് അമൽ നീരദ് സംവിധാനം ചെയ്യാൻ പോകുന്ന മോഹൻലാൽ ചിത്രത്തെക്കുറിച്ചുള്ള ഏറ്റവും വലിയ റൂമർ. ഇപ്പോൾ റൂമർ ആണെങ്കിലും ഇങ്ങനൊരു ചിത്രം യഥാർത്ഥത്തിൽ അണിയറയിൽ നടക്കാൻ പോകുന്നു എന്നതാണ് മോഹൻലാലുമായി അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നതും. ഏറ്റവും ക്ലോസസ്റ്റ് ആയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് മോഹൻലാൽ ഓൾറെഡി അമൽ നീരദിന് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് നേരത്തെ തന്നെ. ആ ഒരു സിനിമ ചർച്ചകളിൽ ഉണ്ട് താനും. എന്നാൽ വരാൻ പോകുന്ന സിനിമയെക്കുറിച്ചുള്ള റൂമറുകൾ വലിയ രീതിയിലാണ് പുറത്തു വരുന്നത്. മോഹൻലാലും അമൽ നീരദും ഒന്നിക്കാൻ പോകുന്ന ചിത്രത്തിൽ മോഹൻലാൽ ഫഹദ് ഫാസിൽ കോമ്പിനേഷനിലെ ഒരു ഗംഭീര പടമാണ് വരാൻ പോകുന്നത് എന്നതൊക്കെയാണ്. അടുത്തിടെ മോഹൻലാലും ഫഹദ് ഫാസിലും കണ്ടുമുട്ടിയ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ വലിയ രീതിയിൽ പുറത്തു വന്നിരുന്നു. ഒരു സിനിമ നടക്കാൻ പോകുന്നതിന്റെ സൂചനയാണ് ഇതൊക്കെ കാണുന്നത് എന്ന രീതി. എന്നാൽ മോഹൻലാലും ഫഹദ് ഫാസിലും നേരത്തെ തന്നെ ഒന്നിക്കേണ്ടതായിരുന്നു ബ്രദേഴ്സുകളായി ഒരു സിനിമയിൽ. അങ്ങനെ ഒരു സംഭവം ആരാധകർ പോലും കേട്ട് കാണത്തില്ല. അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ആലപ്പി അഷ്റഫ്. മോഹൻലാലും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥ പറഞ്ഞ് സംവിധായകൻ ആലപ്പി അഷ്റഫ് കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയിരുന്നു. എങ്ങനെയാണ് ഇരുവരും തമ്മിൽ ഇത്രയധികം അടുപ്പം ഉണ്ടായതെന്നും മോഹൻലാലിന്റെ ജീവിതത്തിലെ നിർണായക വ്യക്തിയായി ആന്റണി പെരുമ്പാവൂർ മാറിയെന്നും ഒരു വീഡിയോയിൽ ആലപ്പി അഷ്റഫ് വിശദീകരിച്ചു. തന്റെ ഒരു അനുഭവം പങ്കിട്ടുകൊണ്ടാണ് മോഹൻലാലിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് ആന്റണി പെരുമ്പാവൂർ എന്ന് വ്യക്തമാക്കി തന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ലാലും ആന്റണി പെരുമ്പാവൂരും തമ്മിലുള്ള ബന്ധം പെട്ടെന്നാണ് വളർന്നത്. ഒരു വിശ്വാസമുള്ള കെമിസ്ട്രി ആയിരുന്നു അത്. പലപ്പോഴും ആന്റണി പറയുന്ന അഭിപ്രായങ്ങളെല്ലാം മുഖവിലേക്ക് എടുക്കുന്നയാളാണ് ലാൽ. ആന്റണിയുടെ ഇടപെടൽ മോഹൻലാലിനും ഇഷ്ടമായിരുന്നു. ഒരു വൃത്യന്റെ സത്യസന്ധതയും വിശ്വാസവും സ്നേഹവും ഒക്കെ ലാലിന്റെ മനസ്സിൽ ആന്റണിയെ ആരൊക്കെയോ ആക്കി. അതോടെ ആന്റണി എന്ന ഡ്രൈവറുടെ ഭാഗ്യം ഉദിച്ചുയർന്നു. മലയാളത്തിലെ സൂപ്പർ താരത്തിന്റെ ഇഷ്ടത്തോഴനായി ആന്റണി മാറി. അതോടെ മോഹൻലാലിന്റെ സിനിമാ നിർമ്മാണ കമ്പനി അടക്കമുള്ള ബിസിനസ്സുകളിൽ ആന്റണി ഭാഗമായി. പിന്നീട് ആന്റണി സൂപ്പർ സ്റ്റാറായ മോഹൻലാലിനെ വെച്ച് നിർമ്മാണം ആരംഭിച്ചു. നരസിംഹം ഗംഭീര വിജയമായതോടെ ആന്റണിയുടെ മുന്നിൽ പുതിയ പടവുകൾ തുറക്കപ്പെടുകയായിരുന്നു. ഇന്ന് മോഹൻലാലിന്റെ ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നത് മോഹൻലാലിന്റെ ഓഡിറ്റർ സനൽകുമാറും ആന്റണി പെരുമ്പാവൂരും ചേർന്നാണ്. ഒരിക്കൽ എനിക്കൊരു അനുഭവമുണ്ടായി. ഫാസിലിന്റെ അനുജൻ കയസ് മോഹൻലാലുമായി ചേർന്നൊരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു. സിനിമയുടെ സംവിധായകനായി സിദ്ദിഖിനെ നിശ്ചയിച്ചു. അദ്ദേഹത്തിന് അഡ്വാൻസും കൊടുത്തു. മോഹൻലാലും ഫഹദ് ഫാസിലുമായിരുന്നു ചിത്രത്തിലെ പ്രധാന താരങ്ങൾ. ഇരുവരും സഹോദരങ്ങളായി എത്തുന്നതായിരുന്നു ചിത്രം. ആ സഹോദരങ്ങൾക്കിടയിലെ സ്നേഹവും പ്രശ്നങ്ങളും ഒക്കെയായിരുന്നു ചിത്രത്തിന്റെ ഇതിവൃത്തം. ലാലിനും ഫഹദിനും കഥ വളരെയധികം ഇഷ്ടമായി. അന്നൊക്കെ ഈ സിനിമാ ചർച്ചകൾക്ക് കയസിനൊപ്പം ലാലിനെ കാണാൻ ഞാനും പോകുമായിരുന്നു. ഒരു ദിവസം ലാലിനെ കാണാൻ ലൊക്കേഷനിലേക്ക് ഞങ്ങൾ പോയി. സിനിമയുടെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കിയതിനു ശേഷമാണ് പോയത്. ഞങ്ങളെ കണ്ടപാടെ മോഹൻലാൽ വളരെ ത്രില്ലോടെ സിനിമയെക്കുറിച്ച് സംസാരിച്ചു. എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ് കയസ്. ഞങ്ങളെ കണ്ടപാടെ ലാൽ സിനിമയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ലാൽ പറഞ്ഞു, കയസ് ഒരു കാര്യം ചെയ്യൂ, സിനിമയുടെ ഡേറ്റും കാര്യങ്ങളുമൊക്കെ ആന്റണിയുമായി സംസാരിക്കൂ എന്ന് പറഞ്ഞു. അതോടെ കയസിന്റെ മുഖം മാറി. അതൊന്നും എനിക്ക് പറ്റില്ല, ഞാൻ ലാലുമായി ഡയറക്റ്റ് ഇടപാടേ ഉള്ളൂ എന്ന്. ഇത് കേട്ടതോടെ ലാലിന്റെ മുഖം ഗൗരവത്തിലായി. അദ്ദേഹം നേരെ ക്യാരവാനിൽ കയറി ഇരുന്നു. ഞാൻ ശരിക്കും അമ്പരന്നു. എന്തിനാണ് ഇങ്ങനെ സംസാരിച്ചതെന്ന് ചോദിച്ചു. എന്താണ് പറയാനുള്ളത് പറയണ്ടേ എന്നായിരുന്നു കയസിന്റെ മറുപടി. ആ പ്രോജക്റ്റ് തെറിച്ചു. അതാണ് പറഞ്ഞത് ആന്റണി പെരുമ്പാവൂരിനെതിരെ മാറ്റി നിർത്തി ഒന്നും നടക്കില്ലെന്ന്. എന്നാൽ പണ്ട് അങ്ങനെ ഒരു കോമ്പിനേഷനിൽ സിനിമ നടക്കേണ്ടിയിരുന്ന സംഭവം ക്യാൻസലായി പോയപ്പോൾ ഇന്നിതാ ഇപ്പോൾ മോഹൻലാലും ഫഹദ് ഫാസിലും ഒരുമിച്ച് ഒരു സിനിമയിൽ എത്താൻ പോകുന്നു എന്ന റൂമറാണ് നമ്മളെ ശരിക്കും ഞെട്ടിപ്പിക്കുന്നതും. അന്ന് മുടങ്ങിപ്പോയത് ഇന്ന് സംഭവിക്കാൻ പോകുന്നു. അമൽ നീരദിന്റെ ഫ്രെയിമിൽ മോഹൻലാലും ഫഹദ് ഫാസിലും ഒന്നിച്ചാലും ആ സംഭവങ്ങളുടെ റൂമറുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭരിക്കുന്നതും. എന്തായാലും അമൽ നീരദിന്റെ ഒരു മോഹൻലാൽ പ്രോജക്റ്റ് ഉണ്ട് താനും. അതുമായി ബന്ധപ്പെട്ട് വരുന്ന റൂമറാണ് ഫഹദ് ഫാസിലും മോഹൻലാലും ഒന്നിക്കുന്ന ഒരു അമൽ നീരദ് ചിത്രം. സംഭവിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം വരുന്ന വഴിക്ക് അറിയാൻ കഴിയും. എന്തായാലും അന്നും മുടങ്ങിപ്പോയെങ്കിൽ ഇന്ന് മറ്റൊരു ഗംഭീര പ്രോജക്റ്റായി മോഹൻലാൽ ചെയ്യാൻ പോകുന്നത് ഏത് സിനിമയായിരിക്കുമെന്നുള്ള കൗതുകമാണ്. മോഹൻലാലും ഫഹദ് ഫാസിലും ഒന്നിക്കട്ടെ, അതും അമൽ നീരദ് ഫ്രെയിമിൽ തന്നെ.